ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ റവയുടെ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റവ ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ജാറിലേക്ക് ഒരു അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റോസ്റ്റഡ് റവയാണ്. റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതാണ്, അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു അര സ്പൂണ് ചെറുജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും ഒരു അര സ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്നതിന് വേണ്ടി 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ലൂസായി പോവുകയോ അതേപോലെ നന്നായിട്ട് തിക്കായി പോവുകയോ ചെയ്യാത്ത ഒരു മീഡിയം രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാൻ. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ഈ ഒരു വലുപ്പത്തിലാണ് ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം പുറം ഭാഗം ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് കുക്കായി വരുന്ന ഒരു ദോശയാണ്. അപ്പോൾ മറിച്ചും തിരിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതേപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അങ്ങനെ നമ്മുടെ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ്. ഇപ്പോൾ സാധാരണ ദോശയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.